സൂക്ഷിക്കുന്ന രാജേന്ദ്ര അർലേക്കർക്ക് ഗാന്ധിയുടെ ചിത്രത്തോട് തീർത്താർ തീരാത്ത കലി ഉണ്ടാവുകയാണ്. ഇത് RSSന്റെ ആശയം കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി RSS അയച്ച ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളിതിനെ ആശയപരമായിട്ടാണ് നേരിടുന്നത്. ഗാന്ധിയുടെ ചിത്രം ഇഷ്ടപ്പെടാത്ത ഗവർണർ ആർലേക്കറിനെ ആ ചിത്രം കാണിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ഗാന്ധിയുടെ ചിത്രം ആർലേക്കർ ഇനി എത്ര മതിലുകളിൽ നിന്നും പോസ്റ്ററിൽ നിന്നും അഴിപ്പിക്കാൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ പറഞ്ഞ ചിത്രമാണ്. അത് SFIക്കാർ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് SFIക്കാർ ഉയർത്തിപ്പിടിക്കുന്നത്. അങ്ങനെ ആർലേക്കർ പറഞ്ഞാൽ താഴ്ത്തി വെക്കുന്നതല്ല ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത. RSSന്റെ അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നടപ്പിലാക്കുക എന്നതാണ് RSSന്റെയും അർലേക്കറിലെയും അജണ്ട. കഴിഞ്ഞ ദിവസമാണ് ഈ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഇപ്പോൾ അദ്ദേഹം ചാൻസലർ എന്ന നിലയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഇതേ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക് ജന്മഭൂമിയുടെ എഡിറ്ററെ അയാൾ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. എന്താ അയാളുടെ സെനറ്റിലേക്ക് വരാനുള്ള യോഗ്യത? SFIക്ക് 6 സെനറ്റ് മെമ്പർമാർ ഇവിടെയുണ്ട്. അവരാരും ഇങ്ങനെ ഗവർണർ സഹായിച്ച് ഓടി പൊളിച്ച് യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കയറിയതുപോലെ കയറിയിരിക്കുന്നവരല്ല. അവർ അന്തസ്സായി വോട്ട് ചെയ്യാൻ കയറിയിട്ടുണ്ട്. അവരെങ്ങനെയാണെന്ന് അറിയോ? വിദ്യാർത്ഥികൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടാണ്. കേരളത്തിലെ ജനത പൂർണ്ണമായി തമസ്കരിച്ച ഒരു രാഷ്ട്രീയത്തെ, ആ രാഷ്ട്രീയത്തെ പിൻപറ്റുന്നവരെ കേരള സർവകലാശാലയുടെ സെനറ്റിലേക്ക്, കേരളത്തിലെ വിവിധ സർവകലാശാലയുടെ സെനറ്റിലേക്ക് കുത്തിക്കയറ്റാൻ RSSന്റെ നേതൃത്വത്തിൽ രാജ്ഭവൻ കേന്ദ്രീകരിച്ച് RSS ഗവർണറുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടക്കുകയാണ്. അതിന്റെ പരിണിത ഫലമായി കേരളത്തിലെ പല സർവകലാശാലകളിലും RSSകാർ സെനറ്റ് അംഗങ്ങളായി വരികയാണ്. കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിക്ക് സിൻഡിക്കേറ്റ് മെമ്പർമാരുണ്ടാവുകയാണ്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ഒത്താശയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണോ RSSന്റെ വക്താവായ ആർലേക്കർ ഗവർണറുടെ പദവിയിലിരുന്ന് ചാൻസലറായിരിക്കുന്നത്? ഒരു കാര്യം ഞങ്ങൾ ആ ഗവർണറെ, ചാൻസലറെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കാം. RSSകാരനായ അർലേക്കർ ഗവർണർ ആയതുകൊണ്ടല്ല കേരളത്തിന്റെ സർവകലാശാല ചാൻസലറായി RSSകാരനായ അർലേക്കർ ഇരിക്കുന്നത്. നല്ല ബോധ്യം ഗവർണർക്കും ചാൻസലറായിരിക്കുന്ന ഗവർണർക്കും ഉണ്ടാവണം. കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ നിയമത്തെ തുടർന്ന് മാത്രമാണ് അദ്ദേഹത്തിന് ചാൻസലർ എന്ന പദവി കിട്ടിയിരിക്കുന്നത്. ആ കേരളത്തിന്റെ നിയമസഭയോട് ഒരു മര്യാദ എന്ന തിരിച്ചുള്ള പ്രതികരണം കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഈ ഗവർണർക്കുണ്ട്. കാരണം കേന്ദ്രമല്ല അദ്ദേഹത്തിന് ചാൻസലർ എന്ന അധികാരം കൊടുത്തിരിക്കുന്നത്, കേരളത്തിലെ നിയമസഭയാണ്. ആ കേരളത്തിലെ നിയമസഭ കൊടുത്ത അധികാരത്തെ കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെയ്യേണ്ടത് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ചാൻസലർ പദവി ഒഴിഞ്ഞു പോവുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. കേരളത്തിലെ ജനങ്ങളോടോ കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമത്തോടോ എന്തെങ്കിലും പ്രതിബദ്ധത, കേരളത്തിലെയും രാജ്യത്തെയും നിയമ സംവിധാനത്തോട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ സർവകലാശാല, കേരള നിയമസഭ അദ്ദേഹത്തിന് കൊടുത്ത അധികാരം കേരള നിയമസഭയ്ക്കും ജനഹിതത്തിനുമെതിരായി ഉപയോഗിച്ച് അദ്ദേഹം അത് രാജിവെച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള മാന്യത അദ്ദേഹം കാണിക്കണം. ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയാൽ മറ്റൊരു ആരിഫ് മുഹമ്മദ് ഖാൻ വരും എന്ന് ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളുടെ യുദ്ധം അല്ലെങ്കിൽ ഞങ്ങളുടെ സമരം ഒരു ഗവർണറുടെ പേരിനെതിരെ ആയിരുന്നില്ല. ഞങ്ങളുടെ സമരം സംഘപരിവാറിനെതിരെയുള്ള സമരമായിരുന്നു. സംഘപരിവാരം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരുന്ന കാവ്യവൽക്കരണത്തിനും സംഘപരിവാരവൽക്കരണത്തിനുമെതിരാണ് രാജ്യത്തിലെയും കേരളത്തിലെയും SFIയുടെ സമരം. നിങ്ങളെല്ലാം ഞങ്ങളുടെ സമരത്തെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയുള്ള SFIയുടെ ബന്ധുയുദ്ധമായിട്ടാണ് ഇപ്പോൾ അന്ന് ചിത്രീകരിച്ചത്. ദയവ് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് രാജേന്ദ്ര അർലേക്കർക്കെതിരെയുള്ള ദ്വന്ദ്വയുദ്ധമല്ല. അത് സിസ്റ്റം സ്വാഭാവികമായി തുടർച്ചയായി വരുകയാണ്. ഒരു ഗവർണർ മാറി അദ്ദേഹം സ്വീകരിച്ച RSSന്റെ നയമാണ്. അതേ നയം അർലേക്കർ തുടരുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങൾ സഹിതം ഇപ്പോൾ സൂചിപ്പിച്ചു. രാജ്ഭവനിലെ ചിത്രങ്ങളിൽ വരുന്ന മാറ്റം, കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള വിവിധ സർവകലാശാലകളിൽ ഒത്ത RSSകാരായ വർഗീയവാദികളായ മനുഷ്യരെ സെനറ്റ് മെമ്പർമാരായും സിൻഡിക്കേറ്റ് മെമ്പർമാരായും തീരുമാനിക്കാൻ വേണ്ടി ഇടപെടുകയാണ്. എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ കഴിയുക? അതിനെതിരായി അതിശക്തമായ സമരം, വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടാവും. വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പേരുകേറ്റ നാടാണല്ലോ കേരളം. അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത്തരം തെറ്റായ നയങ്ങൾക്കെതിരായി വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവൽക്കരണത്തിനെതിരായ ശക്തമായ സമരം ഉണ്ടാവും. അതിൽ വിട്ടുവീഴ്ചയില്ലാതെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുക ആ നിലയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് ആശയപരമായ സമരമാണ്. ഇത് നിങ്ങൾ ചിത്രീകരിക്കുന്ന പോലെ ഇത് ദ്വന്ദ്വയുദ്ധമൊന്നുമല്ല, ഇത് ആശയപരമായ സമരമാണ്. തെരുവിലാണല്ലോ എല്ലാ സമരങ്ങളും നടക്കുന്നത്. ഒരു സമരവും ദ്വന്ദ്വഗോപുരങ്ങൾ നടക്കാറില്ല. എല്ലാ സമരവും തെരുവിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നടത്തിയ സമരമാണ്. ആ സമരത്തിന്റെ പല രൂപങ്ങളുള്ള തുടർച്ച ഇതിന്റെ ഭാഗമായി തുടരും. ഞങ്ങളുടെ ആവശ്യം RSS കാരനായ രാജേന്ദ്ര അർലേക്കർ കേരളത്തിന്റെ നിയമസഭ കൊടുത്ത അധികാരം ദുർവിനിയോഗം ചെയ്യുകയാണ്. ഈ രാജ്ഭവൻ പറയുന്നത് ഈ ഫോട്ടോവിനൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെയും വിവേകാനന്ദന്റെയും പടം ഉണ്ട്, അത് കണ്ടില്ലേ എന്നാണ്. ഏത് പടത്തിനൊപ്പം? അതായത് ഈ ഗോൾവാൾക്കറിന്റെ ഒക്കെ ഉള്ള പടത്തിന്റെ ഒപ്പം
ഗോൾവാർക്കറിന് എന്താണ് കേരളത്തിന്റെ രാജ്ഭവന് കാര്യം? സവർക്കർക്ക് എന്താണ് കേരളത്തിന്റെ രാജ്ഭവന് കാര്യം? ഹെഡ്ഗേവാറിന് എന്താണ് കേരളത്തിന്റെ രാജ്ഭവന് കാര്യം? അത് രാജ്ഭവനാണ്. രാജ്ഭവൻ എന്ന് പറയുന്നത് RSSന്റെ കാര്യാലയത്തിൽ നിന്ന് ഗവർണറായി ഉത്തരവ് വാങ്ങി രാജേന്ദ്ര അർലേക്കർ വന്നപ്പോൾ അവിടെ നിന്ന് രാജേന്ദ്ര അർലേക്കറിന്റെ പേരിൽ എഴുതി കൊടുത്ത സ്ഥലമല്ല. അത് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും പൊതുസ്വത്താണ്. കേരളത്തിന്റെയും രാജ്യത്തിന്റെയും പൊതുസ്വത്തായ ഒരു സ്ഥാപനത്തിൽ കേരളത്തിന്റെയോ രാജ്യത്തിന്റെയോ സൃഷ്ടിയിലോ പുരോഗതിയിലോ ഒരു പങ്കും വഹിക്കാത്ത, എന്നാൽ ഏറെ ഹീനകരമായ വിഭജന രാഷ്ട്രീയം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ കൈകാര്യം ചെയ്ത തീവ്ര വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരായി പരിഗണിക്കപ്പെടാൻ അർഹതയില്ലാത്തവരാണ്. അങ്ങനെ മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാൻ അർഹതയില്ലാത്ത മനുഷ്യരുടെ ചിത്രം എന്തിന് ഇയാൾ വെക്കുന്നു? അയാളുടെ വീട്ടിൽ വെച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അയാൾ വീട്ടിലെ പൂജാമുറിയിൽ വെക്കുവോ, ആരാധിക്കുവോ, വിളക്ക് കത്തിക്കുവോ, മാലയിടുവോ, എന്താണ് ചെയ്തത്? നമുക്ക് പ്രശ്നമില്ല. രാജ്ഭവൻ എന്താണ് ഇത്തരം കാര്യം? രാജ്ഭവൻ രാജ്യത്തിന്റെ സ്വത്താണ്, കേരളത്തിലെ ജനങ്ങളുടെ സ്വത്താണ്. ആ സ്വത്തിനകത്ത് ഇത്തരം വർഗീയവാദികളുടെ ചിത്രം വെക്കാൻ അദ്ദേഹത്തിന് യാതൊരു അധികാരവുമില്ല. ഇല്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം ചിത്രം വെച്ചത്. ആ ചിത്രം വെച്ച് നമുക്ക് ന്യായീകരിക്കാം. അതായത് കുടുംബ സ്വത്തല്ലെന്നേ, അതാ പ്രശ്നം. ഇന്ന് വൈസ് ചാൻസലർമാരുടെ ഒരു യോഗം യൂണിവേഴ്സിറ്റിക്കുള്ളിൽ നടന്നു. അതെ. അതിൽ എസ്എഫ്ഐയുടെ നിലപാടുണ്ട്. വൈസ് ചാൻസലർമാരുടെ യോഗം ഈ ചാൻസലർ എന്ന അധികാരം ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം വിളിക്കുന്നത്. അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അത് കേരളത്തിന്റെ നിയമസഭ അദ്ദേഹത്തിന് കൊടുത്ത അധികാരമാണ്. ആ അധികാരം വിനിയോഗിക്കേണ്ടത് കേരള ജനതയുടെ താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്? RSSന്റെ താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. RSSന്റെ കാര്യാലയത്തിൽ നിന്ന് ഗവർണർ ഓഫീസിലിരിക്കുന്ന RSSകാർക്ക് അയക്കുന്ന ഇമെയിലുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗവർണർ ഒരു പപ്പറ്റാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഗവർണർ ഒരു പപ്പറ്റാണ്. RSSന്റെ കാര്യാലയത്തിൽ നിന്ന് തീരുമാനിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ RSSന്റെ സെക്രട്ടറിമാരെ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കാൻ വേണ്ടി, ഒപ്പിടാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന പപ്പറ്റാണ്. ആ നയം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് കേരളത്തിലെ മുഴുവൻ സർവകലാശാലയും നിയന്ത്രിക്കുക എന്നുള്ളതാണല്ലോ RSSന്റെ നയം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആ ഇടപെടലാണല്ലോ രാജ്യത്തെമ്പാടും നടത്തുന്നത്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്നതാണ് കഴിഞ്ഞ കാലത്തിന്റെ ചരിത്രം. ആ ചരിത്രത്തോട് ചേർത്ത് വെച്ചാണ് SFI സമരം നടത്തിയിട്ടുള്ളത്. അതേ സമരം കേരളത്തിനകത്തെ വർഗീയതക്കെതിരായി ഈ സമരം ഞങ്ങൾ തുടരും. ഒരക്ഷരം മിണ്ടാനല്ലോ കേരളത്തിലെ കോൺഗ്രസിന്. ഇത്രയേറെ ബീവത്സമായ നിലയിൽ കേരള രാഷ്ട്രീയത്തിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS സംഘപരിവാരവൽക്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട് രാജ്ഭവനിൽ മുന്നിൽ ഈ ഒരു പ്രതിഷേധം എന്നുള്ളൊരു ചോദ്യത്തിന് പ്രതികരിക്കുകയാണ് SFI പ്രവർത്തകർ. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. കോഴിക്കോട് മലാപ്പറമ്പ് പെൺവാണിഭ കേസിൽ പ്രതികളായ പോലീസുകാർ പിടിയിൽ. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിലെ